ഓരോ പുതുവർഷത്തിലും നമ്മളിൽ ചിലരൊക്കെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. കഴിഞ്ഞ കാലത്തെ ദുശ്ശീലങ്ങൾ ഒഴിവാക്കുമെന്ന് തീരുമാനമെടുക്കും. മദ്യപാനം, പുകവലി, ലഹരി ഉപയോഗം എന്നിവ മാത്രമല്ല, അനാവശ്യമായ സംസാരങ്ങളും മോശം പെരുമാറ്റങ്ങളും എല്ലാം ഉപേക്ഷിക്കുന്നതിനുണ്ട്. നിങ്ങളിൽ എത്ര പേർ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്? ഒരു വ്യക്തി നന്നാകുമ്പോൾ അത് ആ സമൂഹത്തിൽ തന്നെ വലിയ ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കാം. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, 2026 ആരംഭത്തിൽ തന്നെ ചില ദുഷിച്ച വാർത്തകൾ കേൾക്കേണ്ടി വന്നു. കൊലക്കേസുകൾ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, പോലീസ് ഭീകരത, കളവും മോഷണവും. ഓരോ വർഷവും കേരളത്തിലെ ക്രൈം നിരക്ക് വർദ്ധിക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. സ്ത്രീകൾക്ക് ഈ നാട്ടിൽ സുരക്ഷിതമായി നടക്കാൻ കഴിയുന്ന കാലം എന്നുണ്ടാകും. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. രാത്രിയും പകലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി തനിച്ച് യാത്ര ചെയ്യാവുന്ന സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാകുമോ? പെൺകുട്ടികളും യുവതികളും ഉൾപ്പെടെ ആശങ്കയോടെയാണ് ഇവിടെ ജീവിക്കുന്നത്. സ്വന്തം വീട്ടിലും പൊതുസ്ഥലത്തും സ്ത്രീകൾ അതിക്രമത്തിന് ഇരകളാകുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ ജീവിക്കാൻ തന്നെ പേടി തോന്നുന്നുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. യുവതിയെ പിന്തുടർന്ന 19-കാരൻ ആളൊഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്തി. ആലങ്കോട് സ്വദേശി അസറുദ്ദീനെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആറ്റിങ്ങൽ ചാത്തൻപാറയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ വെച്ച് യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 സംഭവം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ യുവതിയെ പ്രതി പിന്തുടരുകയായിരുന്നു. തുടർന്ന് ആളൊഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. യുവതി ബഹളം കൂട്ടിയതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു. യുവതിയുടെ പരാതിയിൽ ആറ്റിങ്ങൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ആലങ്കോട് തെഞ്ചേരിക്കോണം ഞാറവിള വീട്ടിൽ 19 വയസ്സുള്ള അസറുദ്ദീൻ അറസ്റ്റിലായത്. ഈ രാത്രി 7:30 മണിയോടുകൂടി ജോലി കഴിഞ്ഞ് ചാത്തമ്പാറ ജംഗ്ഷനിൽ ഇറങ്ങി നടന്നു വന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പുറകെ ചാത്തമ്പാറ ജംഗ്ഷൻ മുതൽ തന്നെ പുറകെ വന്ന് ആളൊഴിഞ്ഞ ഈ സ്ഥലത്തെത്തിയ സമയം ഈ സ്ത്രീയെ കടന്ന് പിടിക്കുകയാണ് ചെയ്തത്. ഇത് ഈ നാട്ടിലാകെ ഒരു ഭീതി ഉണ്ടാക്കിയ സംഭവമാണ്. ഈ കേസിലെ പ്രതിയും പെരുങ്കുളത്തുള്ള അസറുദ്ദീനെ 19 വയസ്സുള്ള അസറുദ്ദീനെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം SHO അജയൻ ജെയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു അന്വേഷണം. സംഭവസ്ഥലത്തിന് സമീപമുള്ള 50-ലധികം CCTV ദൃശ്യങ്ങൾ പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട 15-ലധികം വാഹനങ്ങളെയും 10ഓളം വ്യക്തികളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ പ്രതിയിലേക്ക് എത്തിയത്. SI ജിഷ്ണു MS, SI സിത്താരാമോഹൻ, SCPO ഷജീർ, CPOമാരായ ദീപുകൃഷ്ണൻ, അജിൻ രാജ്, അനന്തു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. പോലീസിന്റെ കാക്കി കുപ്പായമിട്ടവരെ കണ്ടാൽ പൊതുവെ ഒരല്പം പേടിയുള്ളവരാണ് നമ്മളൊക്കെ. അത് വനിതാ പോലീസാണേലും അവരോട് വലിയ ബഹുമാനമായിരിക്കും. പക്ഷെ കള്ളുകുടിച്ചും ലഹരി ഉപയോഗിച്ചും തലയ്ക്ക് വെളിവില്ലാതെ നടക്കുന്നവർക്ക് പോലീസിനെ പോലും പേടിയില്ലാത്ത അവസ്ഥ. കൊല്ലത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരിക്ക് നേരെ അതിക്രമം കാട്ടിയത് മദ്യലഹരിയിലെത്തിയ യുവാവാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ TV ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം. കേസിൽ കിളികൊല്ലൂർ സ്വദേശി നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു വനിതാ പോലീസുകാരിക്ക് പോലും ഈ നാട്ടിൽ സുരക്ഷയില്ല. പിന്നെ എങ്ങനെയാകും സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ശബരിമല സീസണോടനുബന്ധിച്ച് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് സ്പെഷ്യൽ ഓഫീസറെ മർദ്ദിച്ച കേസിലാണ് യുവാവിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം കിളിക്കല്ലൂർ കല്ലുംതാഴം നന്ദു ഭവനിൽ നന്ദുവാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ TB ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം.
വൈകിട്ട് 4 മുതൽ TB ജംഗ്ഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ ജോലിക്ക് ശേഷം വിശ്രമിക്കാനായി തൂക്കുപാലത്തിന് മുൻവശത്തുള്ള ഫുട്പാത്തിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയം വലിയ പാലം വഴി എത്തിയ നന്ദു ഇവരെ മുടിയിൽ പിടിച്ച് വലിക്കുകയും തള്ളി വീഴ്ത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പുനലൂരിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രെയിൻ കയറാനെത്തിയ ഇയാൾ മദ്യപിച്ച ശേഷമാണ് ആക്രമണം നടത്തിയത്. പ്രതിക്കെതിരെ കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം 7 കേസുകൾ നിലവിലുണ്ടെന്ന് പുനലൂർ CI ജയശങ്കർ അറിയിച്ചു. കസ്റ്റഡിയിലെടുത്തപ്പോഴും വൈദ്യപരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഇയാൾ പോലീസിനോട് അക്രമാസക്തനായാണ് പെരുമാറിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മിനി പമ്പ എന്നറിയപ്പെടുന്ന TB ജംഗ്ഷനിൽ നിരവധി സ്പെഷ്യൽ ഓഫീസർമാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വനിതയ്ക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണമുണ്ടാകുന്നത് ആദ്യമായാണ്. ന്യൂസ് 18 പുനലൂർ. നിങ്ങളുടെ നാട്ടിൽ ഇത്തവണ പുതുവത്സരാഘോഷം എങ്ങനെയുണ്ടായിരുന്നു? സമൂഹ മാധ്യമങ്ങളിലെ ചില ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും എല്ലാവരും അങ്ങ് അടിച്ചു പൊളിച്ചെന്നല്ലേ. പാട്ടും ഡാൻസും DJ പാർട്ടികളുമൊക്കെയായി ആകെ കളറായിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെന്നാണ് കേട്ടത്. പത്തനംതിട്ടയിൽ ന്യൂ ഇയർ ആഘോഷത്തിനിടെ പോലീസ് എത്തിയത് വലിയ വിവാദമായിട്ടുണ്ട്. ആഘോഷത്തിനിടയിൽ പോലീസ് DJ കലാകാരനെ മർദ്ദിക്കുകയും ലാപ്ടോപ്പ് തകർക്കുകയും ചെയ്തെന്നാണ് പരാതി. സംഭവത്തിൽ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്താണ് നടന്നതെന്ന് പരിശോധിക്കുമെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും DGP വ്യക്തമാക്കി. പുതുവത്സര ആഘോഷത്തിനിടെ പുലർച്ചെ 1:15 പത്തനംതിട്ടയിൽ പോലീസിന്റെ അതിക്രമം നടന്നത്. DJ കലാകാരൻ അഭിരാം സുന്ദറിന്റെ DJ പരിപാടി നടക്കുന്നതിനിടയിലായിരുന്നു അതിക്രമം. അഭിരാമിന്റെ ലാപ്ടോപ്പ് പോലീസ് തകർത്തതായാണ് പരാതി. സംഘാടകരും പോലീസും തമ്മിൽ ആദ്യം വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. തുടർന്നുള്ള സംഘർഷത്തിലാണ് പരിപാടിക്ക് ഉപയോഗിക്കുന്ന 1 ലക്ഷം രൂപ വിലയുള്ള ലാപ്ടോപ്പ് തകർത്തത്. അതേസമയം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: രാത്രി 12 മണി വരെ മാത്രമാണ് ഗാനമേള നടത്താനുള്ള അനുമതി നൽകിയത്. പരിപാടി നിർത്താൻ പോലീസ് പലതവണ ആവശ്യപ്പെട്ടിട്ടും തുടർന്നതാണ് സംഘർഷത്തിന് കാരണമായത്. DJ നടത്താൻ അനുമതിയില്ലായിരുന്നുവെന്നും പോലീസ് വിശദീകരിക്കുന്നു. സംഭവം വിവാദമായതോടെയാണ് അന്വേഷണത്തിന് DGP ഉത്തരവിട്ടത്. എന്താണ് നടന്നതെന്ന് പരിശോധിക്കുമെന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉചിതമായ നടപടിയെടുക്കുമെന്നും DGP പറഞ്ഞു. നമുക്ക് പുതുവർഷമായിട്ട് ഇത് ആൾമോസ്റ്റ് മോർ ദാൻ 1000 പ്രോഗ്രാംസ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. പോലീസ് എല്ലാ ഭാഗത്തിലും കൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും സംഘങ്ങളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും നമ്മൾ അതിൽ എൻക്വയറി എടുത്തിട്ട് ആവശ്യം നടപടി സ്വീകരിക്കാൻ പോകുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. പുതുവർഷത്തിൽ നല്ല വാർത്തകൾ കേൾക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ തമിഴ്നാട് തിരുവള്ളൂരിന് സമീപം സെങ്കത്തെ നാട്ടുകാർക്ക് ഇത് ചോര മണക്കുന്ന പുതുവർഷമാണ്. സെങ്കം പക്കിരിപ്പാളയത്തെ കൂട്ടക്കൊലപാതകം ഒരു നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുന്നു. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന ദമ്പതിമാരെയാണ് ചുട്ടുകൊന്നത്. സെങ്കം സ്വദേശികളായ ശക്തിവേൽ, ഭാര്യ അമൃതം എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തിരുവള്ളൂർ സെങ്കം പങ്കിരിപ്പാളയത്ത് പുലർച്ചെയാണ് അതിക്രൂരമായ ഇരട്ട കൊലപാതകം നടന്നത്. കൃഷിക്കായി പാട്ടത്തിനെടുത്ത 3 ഏക്കർ ഭൂമിയോട് ചേർന്ന ഷെഡിലായിരുന്നു ശക്തിവേലും ഭാര്യയും ഉറങ്ങിയിരുന്നത്. പുലർച്ചെയോടെ വീട് കത്തുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും ഇരുവരും വെന്തു മരിച്ചിരുന്നു. വീട് പുറത്തുനിന്ന് പൂട്ടിയ ശേഷം തീയിടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.
ശക്തിവേലിന്റെ രണ്ടാം ഭാര്യയാണ് അമൃതം. ശക്തിവേലിന്റെ ആദ്യ ഭാര്യയും മക്കളും ബംഗളൂരുവിലാണ്. അമൃതം ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന ആളാണ്. ഇവർ മാസങ്ങൾക്ക് മുൻപാണ് ശക്തിവേലിനൊപ്പം താമസം തുടങ്ങിയത്. ശക്തിവേലും അമൃതവുമായി ബന്ധപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ചെന്നൈ. സ്വത്ത് തർക്കത്തെ തുടർന്ന് അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയ മക്കൾ. ഉത്തർപ്രദേശ് ഗാസിയാബാദിലെ അരുൺ കൊലയുടെ ചുരുളഴിഞ്ഞത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ്. വ്യോമസേന മുൻ ഉദ്യോഗസ്ഥനായ യോഗേഷ് കുമാറിനെ വെടിവെച്ച് കൊന്ന കേസിൽ മക്കളും അയൽവാസിയും ഉൾപ്പെടെ അറസ്റ്റിലായി. കേസിൽ ഒരു പോലീസുകാരനും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. അച്ഛനെ കൊല്ലാൻ മക്കൾ കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കഴിഞ്ഞ ഡിസംബർ 26 ഉച്ചയ്ക്കാണ് റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥൻ യോഗേഷ് കുമാർ കൊല്ലപ്പെട്ടത്. ഗാസിയാബാദിലെ അശോക് വിഹാറിന് സമീപത്ത് വെച്ച് ബൈക്കിലെത്തിയ രണ്ടുപേർ യോഗേഷ് കുമാറിന്റെ തലയ്ക്ക് വെടിവെക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യോഗേഷിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കൊലയുടെ ചുരുളഴിഞ്ഞത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകത്തിൽ UP പോലീസിലെ ഒരു കോൺസ്റ്റബിളിനും പങ്കുണ്ടെന്ന് കണ്ടെത്തി. യോഗേഷ് കുമാറിന്റെ അയൽവാസിയായ അരവിന്ദ് സിംഗ് ഭാര്യ സഹോദരനായ നവീൻ കുമാറിനൊപ്പമാണ് കൃത്യം നടത്തിയത്. UP പോലീസ് ഉദ്യോഗസ്ഥനാണ് നവീൻ. തുടർന്ന് അറസ്റ്റിലായ അരവിന്ദിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മക്കളുടെ കൊട്ടേഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. गोली दोनों के द्वारा, दोनों बाइक सवारों के द्वारा एक तमंचे से एक गोली फायर की गई थी और उनके सिर में गोली लगी थी, जिसके कारण उनकी मृत्यु हुई थी. और जैसा कि CCTV फुटेजेस से और भी जानकारी करने से संज्ञान में आई कि उसके बाद ये उस हीरो एक्सट्रीम बाइक जो है उसे फरार हुए. फिर एक सुनसान जगह पर जाके इन्होंने कपड़े बदले और वहां से दूसरी बाइक से फरार हो गए. സ്വത്ത് തർക്കമാണ് കൊട്ടേഷൻ കൊലപാതകത്തിന് കാരണമായത്. മക്കളായ നിതേഷ്, ഗുഡ്ഡു എന്നിവരുമായി യോഗേഷ് സ്വരച്ചേർച്ചയിലായിരുന്നില്ല. മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനും ശ്രമിച്ചത് പ്രശ്നം കൂടുതൽ വഷളാക്കി. തുടർന്നാണ് വാടക കൊലയാളികളെ ഏർപ്പാടാക്കി കൊല നടത്താൻ തീരുമാനിച്ചത്. അയൽവാസിയായ അരവിന്ദുമായി 5 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ പറഞ്ഞുറപ്പിച്ചതും യോഗേഷിന്റെ മക്കൾ തന്നെയാണ്. അരവിന്ദ് അറസ്റ്റിലായതോടെ നവീനും യോഗേഷിന്റെ മക്കളും സ്ഥലത്തു നിന്ന് മുങ്ങി. ഇവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. അരവിന്ദിന്റെ പക്കൽ നിന്നും വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. വ്യോമസേനയിൽ വാറന്റ് ഓഫീസറായിരുന്ന യോഗേഷ് കുമാർ കഴിഞ്ഞ ജൂലൈ 31-നാണ് വിരമിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പിൽ ഇപ്പോൾ ആകെ പെട്ടത് നടൻ ജയസൂര്യയാണ്. തട്ടിപ്പ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായതോടെ EDയുടെ മുന്നിൽ വരെയും ചോദ്യം ചെയ്യലിന് നിന്നുകൊടുക്കേണ്ടി വന്നു. 2 തവണയാണ് ED താരത്തെ ചോദ്യം ചെയ്തത്. ഭാര്യയിൽ നിന്നും വിവരങ്ങൾ തേടി. എന്നാൽ പഴി മുഴുവൻ ഇപ്പോൾ മാധ്യമങ്ങൾക്കാണ്. 7-ാം തീയതി വീണ്ടും ഹാജരാകണമെന്ന് പറയുന്ന വാർത്തകൾ നുണപ്രചാരണമെന്നാണ് ജയസൂര്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. 2 ദിവസമായി ചാനലിലൂടെ സമൻസ് കിട്ടുന്നതല്ലാതെ നേരിട്ട് തനിക്കോ ഭാര്യയ്ക്കോ EDയിൽ നിന്നും നിർദ്ദേശമൊന്നും ലഭിച്ചില്ലെന്ന് താരം പറയുന്നു. നും 29-നും ED സമൻസ് പ്രകാരം ഹാജരായി. എന്നാൽ 7-ാം തീയതി വീണ്ടും ഹാജരാകാനുള്ള സമൻസ് ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്ന് ജയസൂര്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നു. പരസ്യാവശ്യങ്ങൾക്കായി സമീപിക്കുന്നവർ നാളെ എന്തൊക്കെ തട്ടിപ്പുകൾ ഒപ്പിക്കുമെന്ന് ഇന്ന് ആർക്കെങ്കിലും ഊഹിക്കുവാൻ സാധിക്കുമോ എന്നും ജയസൂര്യ ചോദിച്ചു. എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിയമാനുസൃതമായി മാത്രം നടത്തി കൃത്യമായി നികുതി പൊതുഖജനാവിൽ അടയ്ക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സാധാരണ പൗരൻ മാത്രമാണ് താനെന്നും നടൻ പറഞ്ഞു. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ 7-ാം തീയതി വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട നോട്ടീസ് നൽകിയെന്നായിരുന്നു ED വൃത്തങ്ങളിൽ നിന്നും മാധ്യമങ്ങൾക്ക് ലഭിച്ച വിവരം. ഓൺലൈൻ ലേലത്തിലൂടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാമെന്ന പ്രചാരണം നൽകിയാണ് സേവ് ബോക്സ് ആപ്പ് 2019-ൽ അവതരിപ്പിച്ചത്. നടൻ ജയസൂര്യയാണ് ബ്രാൻഡ് അംബാസിഡർ.
കരാറിന്റെ ഭാഗമായി ജയസൂര്യയ്ക്ക് ലഭിച്ച പണം സ്ഥാപനം നടത്തിയ തട്ടിപ്പിൽ നിന്നുള്ളതാണെന്നാണ് ഇഡിയുടെ നിഗമനം. കൊച്ചി ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ജയസൂര്യയെയും ഭാര്യ സരിതയെയും ചോദ്യം ചെയ്തത്. സ്ഥാപന ഉടമ സാത്തിക് റഹീമിന്റെ സിനിമാ ബന്ധങ്ങളിലും ഇഡിയുടെ കൂടുതൽ പരിശോധനയുണ്ടാകും. പല പുതിയ തലമുറ സിനിമാ താരങ്ങളും ഇയാളുടെ ബിസിനസ് പ്രൊമോഷൻ പരിപാടികളിലായി സഹകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇവർക്ക് പണം നൽകിയത് എങ്ങനെയാണെന്നും ഏത് രീതിയിലുള്ള സഹകരണമാണ് കമ്പനിയുമായി ഇവർ നടത്തിയതെന്നുമാണ് ഇഡി പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. അക്രമികളും ലഹരി സംഘങ്ങളും അഴിഞ്ഞാടുന്ന നാട്. കേരളത്തിലെ പല പ്രദേശങ്ങളിലും രാത്രിയായാൽ ഭീകര അന്തരീക്ഷമാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഹോട്ടലിന് നേരെ രാത്രിയിൽ ആക്രമണം നടത്തിയത് യുവാക്കളുടെ സംഘമാണ്. ഭക്ഷണം നൽകാൻ വൈകിയെന്നാരോപിച്ചായിരുന്നു അതിക്രമം. കേസിൽ 4 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ സ്വദേശികളായ ശ്രീജിത്ത്, ഷാജി, നിഖിൽ, അദ്വൈത് എന്നിവരാണ് പിടിയിലായത്. മറ്റ് പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഭക്ഷണം നൽകാൻ വൈകിയെന്നാരോപിച്ച് ഹോട്ടലിൽ അതിക്രമം നടത്തുകയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷം സംഘം ചേർന്ന് ആക്രമണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ 4 പേരെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. പയ്യന്നൂർ കാര സ്വദേശികളായ ശ്രീജിത്ത്, ഷാജി, നിഖിൽ, അദ്വൈത് എന്നിവരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം, അന്യായമായി തടഞ്ഞുവെക്കൽ തുടങ്ങി 50ഓളം വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഹോട്ടൽ ജീവനക്കാരൻ പശ്ചിമ ബംഗാൾ സ്വദേശി ബിട്ടു അലിയുടെ പരാതിയിൽ കണ്ടാൽ തിരിച്ചറിയാവുന്ന 19 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പുതുവത്സരത്തലേന്ന് രാത്രി 11:45 സംഭവങ്ങളുടെ തുടക്കം. ഭക്ഷണം കാത്തിരുന്ന അക്ഷമരായ പ്രതികൾ ഹോട്ടലിലെ പ്ലേറ്റും ഗ്ലാസും തല്ലിപ്പൊളിക്കുകയായിരുന്നു. ഹോട്ടലുടമയുടെ പരാതിയിൽ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷമാണ് ഇവർ കൂടുതൽ ആളുകളുമായി എത്തി ഹോട്ടലിന് നേരെ ആക്രമണം നടത്തിയത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. അടി ചോദിച്ചു വാങ്ങുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? കൊച്ചിയിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിൽ മാനേജറായിരുന്ന ജോഷുവയ്ക്ക് അടികിട്ടിയതിന് പിന്നാലെ പണിയും പോയി. മുണ്ടംവേലി സ്വദേശി ജോഷുവയെ പിരിച്ചുവിട്ടതായി കമ്പനിയാണ് അറിയിച്ചത്. ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നതിൻ്റെയും അവർക്ക് നേരെ കത്തിവീശുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ചിക്കിംഗ് കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഞാൻ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ നിന്ന് സംസാരിക്ക്. ഇയാളാരാ? എന്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരും.
ബർഗറിൽ ചിക്കൻ സ്ട്രിപ്പിന്റെ അളവ് കുറഞ്ഞതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ മോശമായി പെരുമാറിയതിനാണ് മാനേജർ മുണ്ടംവേലി സ്വദേശി ജോഷ്വയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ബർഗറിലൊന്നിൽ ചിക്കൻ കുറവാണെന്ന് കുട്ടികൾ പരാതിപ്പെട്ടപ്പോൾ മാനേജറായ ജോഷ്വ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. പിന്നാലെ കുട്ടികൾക്ക് നേരെ കത്തി വീശിയ സംഭവത്തിൽ ചിക്കിങ്ങിന്റെ മാനേജർക്കെതിരെയും ഇയാളെ മർദ്ദിച്ചതിന് 4 പേർക്കെതിരെയും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തതാണ്. സംഭവ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ചിക്കിങ്ങിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മാനേജർക്കെതിരെ നടപടി ഉണ്ടായത്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടന്നു വരികയാണെന്നും കേസന്വേഷണത്തിൽ സഹകരിക്കുമെന്നും ചിക്കിംഗ് മാനേജ്മെന്റ് ഔദ്യോഗികമായി അറിയിച്ചു. ഒരു തരത്തിലുള്ള അക്രമമോ മോശം പെരുമാറ്റമോ അംഗീകരിക്കാൻ കഴിയില്ല. സംഭവത്തിൽ ഉൾപ്പെട്ട മാനേജറെ പിരിച്ചുവിടുന്നുവെന്ന് ചിക്കിംഗ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന CBSE സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാനെത്തിയ 4 കുട്ടികൾ ചിക്കിങ്ങിന്റെ ഔട്ട്ലെറ്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറവാണെന്ന് വിദ്യാർത്ഥികൾ മാനേജറോട് പരാതിപ്പെട്ടു. എന്നാൽ മാനേജർ ഈ സമയം കുട്ടികളോട് തർക്കിച്ചു. ഈ രംഗങ്ങൾ കുട്ടികൾ ഫോണിൽ പകർത്തി. ഇത് ഇയാൾ തടഞ്ഞതിന് പിന്നാലെ വിദ്യാർത്ഥികൾ സഹോദരങ്ങളെ വിളിച്ചു വരുത്തി. അതോടെ തർക്കം കൂടുതൽ രൂക്ഷമാവുകയും തുടർന്ന് മാനേജർ അടുക്കളയിൽ നിന്ന് കത്തിയുമായി പുറത്തേക്ക് വരികയുമായിരുന്നു. എല്ലാവരും ചേർന്ന് മാനേജറുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി അയാളെ മർദ്ദിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഞാൻ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ നിന്ന് സംസാരിക്ക്. ഇയാളാരാ? എന്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞാൻ ഇപ്പോഴാണ് എടുത്തത്. ഇപ്പൊ ചൂടായിട്ട് കയറി വരുമ്പോ ഞാൻ എടുത്തത്. ഞാൻ ഇത്ര നേരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചൂടായി വരുമ്പോ ഞാൻ എന്താ കാണിക്കണ്ടേ? ഞാൻ എടുക്കും. എടുത്തോ. ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. മർദ്ദനത്തിൽ പരിക്കേറ്റ മാനേജർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ന്യൂസ് 18 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ CBI എത്തുമോ? തട്ടിപ്പിൽ അന്താരാഷ്ട്ര ബന്ധം സംശയിക്കുന്നതിനാൽ കേരള പോലീസിന് എവിടെ വരെ മുന്നോട്ട് പോകാൻ കഴിയും? പല ഉന്നതരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ഇപ്പോൾ തന്നെയുണ്ട്. അതിനിടെയാണ് കേസ് CBI അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്ത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ രംഗത്തെത്തിയത്. കേസിൽ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങളുടെ ബന്ധമടക്കം ചൂണ്ടിക്കാണിച്ചാണ് IB ശുപാർശ നൽകിയത്. അതേസമയം ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണം SITക്ക് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങളുടെ പങ്കുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ CBI അന്വേഷണം വേണമെന്ന ശുപാർശ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നൽകിയത്. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ, കട്ടിള, ദ്വാരപാലക ശില്പപാളികൾ എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണം. കേസിന് അന്തർ സംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നും IB നിർദ്ദേശിക്കുന്നു. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത്. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതിനാൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന IB റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നതിനാൽ EDയുടെ അന്വേഷണവും IB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. EDയുടെ ആവശ്യപ്രകാരം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു.
ശബരിമല കേസിലെ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് IB പ്രാഥമിക വിവരശേഖരണത്തിന് തയ്യാറായത്. ശബരിമല ശ്രീകോവിലിൽ നിന്ന് 2019 ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് എന്തു സംഭവിച്ചു എന്നതിൽ അന്വേഷണം തുടങ്ങി 3 മാസമായിട്ടും പ്രത്യേക സംഘത്തിന് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല. പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് വിറ്റോ അതോ പാളികൾ അതേപടി പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് വിറ്റോ എന്നതിലൊക്കെയാണ് അന്വേഷണം തുടരുന്നത്. SIT കഴിഞ്ഞ ദിവസം സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭ്യമായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഹസീന. ആദ്യം ഭർത്താവിൻ്റെ സംശയരോഗം, പിന്നീട് കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള പീഡനം, നിറം കുറവെന്നും വിദ്യാഭ്യാസ യോഗ്യത പോരെന്നും പറഞ്ഞ അധിക്ഷേപം, ഒടുവിൽ മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം. എന്നാൽ മുത്തലാഖിനെതിരെ യുവതി നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധിയും നേടി. പക്ഷേ ഭർത്താവും വീട്ടുകാരും ഹസീനയെയും കുട്ടിയെയും സ്വീകരിക്കാൻ തയ്യാറല്ല. അതോടെ ഹസീന 9 വയസ്സുള്ള മകനെയും കുട്ടി സമര പോരാട്ടത്തിലാണ്. കോഴിക്കോട് ഫറോക്കിലെ ഭർത്തൃവീടിൻ്റെ വരാന്തയിൽ താമസിച്ചാണ് കഴിഞ്ഞ 9 ദിവസമായി നീതിക്ക് വേണ്ടി അവർ പോരാടുന്നത്. പത്ത് വർഷം മുൻപാണ് ഹസീനയെ ഫാസിൽ വിവാഹം കഴിച്ചത്. 3 വർഷം കഴിഞ്ഞതോടെ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായി. കുട്ടിയുണ്ടായതോടെ പിതൃത്വത്തിൽ സംശയമുയർത്തി പീഡനം ആരംഭിച്ചു. വഴക്കിനൊടുവിൽ 2018 പെരുന്നാൾ ആഘോഷങ്ങൾക്കായി സ്വന്തം വീട്ടിലേക്ക് പോയ ഹസീനയെ പിന്നീട് ഭർത്താവ് തിരികെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നില്ല. നിറം കുറവാണെന്നും വിദ്യാഭ്യാസ യോഗ്യത പോരെന്നും പറഞ്ഞാണ് ഭർത്താവ് തന്നെ മാറ്റി നിർത്തുന്നതെന്ന് ഹസീന ആരോപിക്കുന്നു. ഒത്തുതീർപ്പ് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഫാസിൽ മറ്റൊരു വിവാഹവും കഴിച്ചു. ഭർത്താവ് വേറെ വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞുണ്ട്, സുഖമായി ജീവിക്കാണ്. എനിക്കൊരു 9 വയസ്സായ കുഞ്ഞുണ്ട്. ഭർത്താവ് പറയണത് മാനസികമാണ് എന്നാണ്. ഈ മാനസികം എന്നുള്ള പെണ്ണാണെങ്കിൽ എനിക്ക് അത് തെളിയിച്ചു തരാം ഭർത്താവ്. എല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ എടുത്ത സാധനങ്ങൾ ഭർത്താവ് വെക്കുക. അത് രണ്ടും ഭർത്താവ് ചെയ്യുന്നില്ല. തലാക്ക് ചെല്ലിയ ഭർത്താവിന് എനിക്ക് വേണ്ടാന്ന് അറിഞ്ഞുകൊണ്ടാണ് തലാക്ക് ചെല്ലിയത്. എനിക്ക് ഭർത്താവിൻ്റെ കൂടെ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല അറിഞ്ഞുകൊണ്ട് തലാക്ക് ചെല്ലണമെന്ന് നിയമപരമല്ല. നമുക്കൊരു നീതി കിട്ടണം ഇതിന് എത്രയും പെട്ടെന്ന്. ഭർത്താവ് തലാക്ക് ചൊല്ലിയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിയമപരമായ വിവാഹമോചനം നടന്നിട്ടില്ലെന്ന് ഹസീന പറഞ്ഞു. ദീർഘനാൾ നീണ്ട വ്യവഹാരങ്ങൾക്കൊടുവിൽ ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ കോടതി വിധിച്ചു. ഉത്തരവുമായി ഹസീനയും മകനും വീട്ടിലെത്തിയെങ്കിലും ഭർത്താവും വീട്ടുകാരും വീട് പൂട്ടി സ്ഥലം വിട്ടു. വീട്ടിലെ വൈദ്യുതിയും കുടിവെള്ള ബന്ധവും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ്. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് ഹസീന പറയുന്നു. ഓരോ കൂടെ ജീവിക്കാനുള്ള ഓർഡർമേലാണ് ഇപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവര് മുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ വന്നപ്പോൾ ഉപ്പ ഉണ്ടേനി. ഉപ്പ പറഞ്ഞ് എന്തേ വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നിൽക്കാൻ വന്നാണെന്ന്. അന്നവിടെ നിന്നോന്നും പറഞ്ഞ് ഉപ്പ ഭയം വാതിലടിച്ചു. അത് അത്ര ഇവിടെ നിൽക്കുകയാണ്. അന്ന് തൊട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഭർത്താവിനൊപ്പം താമസിക്കാനുള്ള കോടതി ഉത്തരവ് ഹസീനയുടെ പക്കലുണ്ടെങ്കിലും വീട് പൂട്ടി ഭർത്താവ് മാറി നിൽക്കുന്നതിനാൽ പോലീസിനും ഇടപെടാൻ കഴിയാത്ത സാഹചര്യമാണ്. VP സുഹ്റയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രവർത്തകർ സ്ഥലത്തെത്തിയെങ്കിലും വീടിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. 8 ദിവസമായി അവിടെ ഇരിക്കുന്നു. ഞാൻ ഒരു തവണ വന്നു പോയ അന്ന് ഇവിടുത്തെ അവസ്ഥകളെല്ലാം കണ്ടിട്ട് ഞാൻ അന്ന് തന്നെ പിന്നെ പള്ളി കമ്മിറ്റിയിൽ വിളിച്ചു, പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതാ. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ ഇവരെ കയറ്റി കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അവരതിന് വില്ലിങ് ആവുന്നില്ല. കാരണം അവർക്ക് അവരെ ആളുകളെ പേരിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും കട്ടെന്ന് പറഞ്ഞുള്ള കേസ് വരുമെന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു പെൺകുട്ടിന്റെ കരച്ചിലാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. എന്ത് സങ്കടമാണിത്. മുത്തലാക്ക് നിർത്തി ശരിയായി, പക്ഷെ അതിന് പകരം 3 മാസം കൊണ്ട് 3 തലാക്ക് എഴുതാനുള്ള ഒരു നിയമം ഇവിടെ ഉണ്ട്. വിവാഹ സമയത്ത് നൽകിയ 42 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും മടക്കി നൽകണമെന്നാണ് ഹസീനയും കുടുംബവും ആവശ്യപ്പെടുന്നത്. 25 ലക്ഷം രൂപ വരെ നൽകാമെന്ന് പോലീസുമായി നടത്തിയ ചർച്ചയിൽ ഫാസിലിന്റെ കുടുംബം സമ്മതിച്ചിരുന്നു. എന്നാൽ സ്വർണവും പണവും സംബന്ധിച്ച ഫസീനയുടെയും കുടുംബത്തിന്റെയും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ഫാസിലിന്റെ കുടുംബം പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. വീട്ടിൽ തനിച്ച് താമസിക്കുന്ന വൃദ്ധമാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്
വീട്ടിലെ ജോലിക്കാരെ പോലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റട്ടെ കേട്ടോ. ഇവരിൽ ദുഷിച്ച മനസ്സുള്ളവരുമുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ വൃദ്ധ ദമ്പതിമാരുടെ വീട്ടിൽ കവർച്ച നടത്തിയത് ജോലിക്കാരിയാണ്. കേസിൽ പള്ളപ്പുറം സ്വദേശിനി അശ്വതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 17 പവൻ സ്വർണവും വില കൂടിയ വാച്ചും മദ്യവുമാണ് ഇവർ പലപ്പോഴായി കവർച്ച ചെയ്തത്. പൊന്നാനിയിലെ വീട്ടിൽ നിന്ന് 17 പവൻ സ്വർണം കവർച്ച ചെയ്ത കേസിലാണ് വീട്ടുജോലിക്കാരി അറസ്റ്റിലായത്. പള്ളപ്പുറം കക്കൂങ്ങൽ സ്വദേശി അശ്വതിയെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനി വിജയമാത കോൺവെന്റ് സ്കൂളിന് സമീപം താമസിക്കുന്ന വയോധിക ദമ്പതിമാരാണ് കവർച്ചയ്ക്കിരയായത്. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനും ഭാര്യയായ റിട്ടയർഡ് അധ്യാപികയും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു വർഷത്തിനിടയിൽ 17 പവൻ സ്വർണ്ണാഭരണങ്ങളും വിലയേറിയ മദ്യക്കുപ്പികളും റാഡോ വാച്ചുമാണ് വീട്ടുജോലിക്കെത്തിയ അശ്വതി കവർന്നത്. സംശയം തോന്നിയതിനെ തുടർന്ന് പൊന്നാനി പോലീസ് അശ്വതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മോഷണം പോയ മദ്യക്കുപ്പി കണ്ടെടുത്തിരുന്നു. തുടർന്ന് അശ്വതിയെ കസ്റ്റഡിയിലെടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ തെളിവുകൾ വെച്ച് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു. മോഷ്ടിച്ച സ്വർണം പലപ്പോഴായി പണയം വയ്ക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തതായി പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ മഞ്ചേരി വനിതാ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരൂർ. പുതുവത്സരാഘോഷത്തിൻ്റെ ഹാങ് ഓവർ ചിലർക്കൊക്കെ ഇപ്പോഴും വിട്ടുമാറിയോ എന്നൊരു സംശയമുണ്ട്. ആഘോഷം പൊടിപൊടിക്കാൻ മദ്യവും ലഹരിയുമൊക്കെ വ്യാപകമായാണ് സംസ്ഥാനത്ത് ഒഴുകിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ മറവിൽ വ്യാപകമായാണ് വ്യാജമദ്യം എത്തിയത്. കഴിഞ്ഞ ദിവസം വിൽപ്പനയ്ക്കായി ഓട്ടോയിൽ കടത്തിക്കൊണ്ടുവന്ന അനധികൃത മദ്യശേഖരവുമായി ഒരാൾ പിടിയിലായി. കാവുംപുറം സ്വദേശി അബ്ദുൽ ജലീലിനെയാണ് കുറ്റിപ്പുറം എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 13 ലിറ്റർ മദ്യവും 2500 രൂപയും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. പുതുവർഷ ദിനത്തിൽ ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വളാഞ്ചേരി കാവുംപുറം ആധവനാട് റോഡിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിൽ കടത്തിയ അനധികൃത മദ്യശേഖരം പിടികൂടിയത്. വളാഞ്ചേരി കാവുംപുറം പടിഞ്ഞാക്കര സ്വദേശി അബ്ദുൽ ജലീൽ എന്ന 53-കാരനെ അനധികൃത മദ്യക്കടത്തിന് അറസ്റ്റ് ചെയ്തു. 13 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് ജലീലിൽ നിന്ന് പിടികൂടിയത്. മദ്യവിൽപ്പനയിലൂടെ സമ്പാദിച്ച 2500 രൂപയും എക്സൈസ് പിടിച്ചെടുത്തു. മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രകേഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളം. പക്ഷേ ഇന്ന് ഈ നാട്ടിൽ മികച്ച ചികിത്സ നൽകുന്ന എത്ര ആശുപത്രികളുണ്ട്? പലരും കച്ചവട താല്പര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ചികിത്സയ്ക്കായി പോകുന്നവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥ. എറണാകുളം പറവൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് 2 പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അനാഥരാക്കിയത്. പറവൂർ സ്വദേശിനി കാവ്യയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. പ്രസവ ചികിത്സയ്ക്കിടെ അമിത രക്തസ്രാവം ഉണ്ടായത് കുടുംബത്തെ അറിയിക്കാൻ വൈകിയെന്നാണ് കാവ്യയുടെ ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ാം തീയതിയാണ് രണ്ടാമത്തെ പ്രസവത്തിനായി കാവ്യമോളെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 24-ാം തീയതി കാവ്യ പ്രസവിച്ചു. തുടർന്ന് അമിത രക്തസ്രാവമുണ്ടായി. പിന്നാലെ ഗർഭപാത്രം നീക്കം ചെയ്തു. വൈകിട്ട് 4 മണിയോടെ യുവതിക്ക് ഹൃദയാഘാതം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു. വെന്റിലേറ്റർ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 31-ന് കാവ്യയുടെ മരണം സ്ഥിരീകരിച്ചു. ഞങ്ങൾക്ക് കൃത്യസമയത്ത് കുട്ടിക്ക് വേണ്ടതായ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നോ അതിന്റെ ഗൗരവം എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവരവിടെ വെച്ച് കുട്ടിയെ ചികിത്സിച്ച് വഷളാക്കി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. 1-2 പ്രാവശ്യം ഞങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് പോലും നിരീക്ഷണത്തിലാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് ഈ അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടിയത്.
പിന്നീട് ഞങ്ങൾ ഒരു 7 മണിയോടുകൂടി ഏകദേശം 7 മണിയോടുകൂടി അവർ ആസ്റ്ററിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത്രയും ഗൗരവമായ ഒരു അവസ്ഥ അവർക്കറിയാമായിരുന്നിട്ട് ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ഡോൺ ബോസ്കോ ആശുപത്രിയുടെ വിശദീകരണം. ഇവിടുന്ന് നമ്മൾ ഹൃദയത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായത് പറഞ്ഞല്ലോ, അതിനുമുമ്പ് ബ്ലീഡിങ് ഉണ്ടായല്ലോ. ഈ രണ്ടവസ്ഥയെല്ലാം നമ്മളിവിടുന്ന് റിസസിറ്റേറ്റ് ചെയ്ത് ആണ് രോഗിയെ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം നോർമലായിട്ടാണ് നമ്മൾ അങ്ങോട്ട് വിട്ടത്. അവർ ഈ വെന്റിലേറ്ററിൻ്റെ ഒരു തുടർ ചികിത്സ ആവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇവിടുന്ന് പോകുന്നിടം വരേക്കും ഈ പറഞ്ഞ ആന്തരികാവയവങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമിത രക്തസ്രാവമാണ് മരണകാരണമായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. വടക്കേക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നടൻ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനമിടിച്ചു പരിക്കേറ്റയാൾ മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തി പോലീസ്. ബുധനാഴ്ച രാത്രി MC റോഡിൽ കോട്ടയം നാട്ടകത്തുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശി തങ്കരാജാണ് മരിച്ചത്. ഇടുക്കിയിൽ ഗൃഹനാഥൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചു. പെരിഞ്ചാൻകുട്ടി സ്വദേശി വെളുത്തപ്പാറക്കൽ ജോണിയാണ് മരിച്ചത്. പട്ടാമ്പിൽ ട്രെയിൻ തട്ടി തിരുവേഗപ്പുറ കൈപ്പുറം സ്വദേശിയായ വ്യാപാരി മരിച്ച സംഭവം ആത്മഹത്യയെന്ന നിഗമനത്തിൽ പോലീസ്. വെസ്റ്റ് കൈപ്പുറത്ത് ഫാൻസി ഷോപ്പ് ഉടമയായ AT ഹുസൈനാണ് മരിച്ചത്. ഒരു രോഗം വന്നാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ആശുപത്രിയിൽ പോകും, ഡോക്ടറെ കാണും, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ തേടുമല്ലേ? എന്നാൽ ചികിത്സിച്ചിട്ടും അസുഖം മാറിയില്ലെങ്കിലോ? ചിലരത് വിധിയാണെന്ന് പറഞ്ഞ് വിലപിക്കും. വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി വഴിപാട് നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ അന്ധവിശ്വാസികളായ ചില ആളുകളുണ്ട്. വയനാട് മേപ്പാടിയിലെ ഒരു കുടുംബം മകളുടെ അസുഖം മാറാനായി സമീപിച്ചത് ഒരു ആത്മീയ തട്ടിപ്പുകാരൻ്റെ അടുത്താണ്. അയാൾ ആത്മീയ ചികിത്സ നടത്തി അസുഖം മാറ്റാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു. കോട്ടപ്പടിയിലെ ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് പരാതി. കേസിൽ നിരവധി കേസുകളിൽ പ്രതിയായ അബ്ദുറഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശ്വാസമൊക്കെ നല്ലതാണ്, എന്നാൽ അന്ധവിശ്വാസം ഇതുപോലുള്ള അപകടത്തിൽ ചാടിക്കുമെന്ന് ഓർത്താൽ നല്ലത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും.